ഹായ്, നമസ്കാരം. കലാദർപ്പണയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ കലാദർപ്പണയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ കൂടെ ഫോളോ ചെയ്ത് കൂടുക. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സൗഹൃദങ്ങൾ കൂടി വന്നപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ എല്ലാവരും എന്താ പറയുക, ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണല്ലേ. അപ്പോൾ ഒരു സൗഹൃദങ്ങൾ കൂടുന്തോറും ഒരുപാട് നമ്മൾ ആക്റ്റീവ് ആവും. ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് സൗഹൃദം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിലെ കൂടി ആയാലും യൂട്യൂബ് ചാനലിൽ കൂടി ആയാലും ഇൻസ്റ്റാഗ്രാമിലെ കൂടി ആയാലും ഒക്കെ ഒരുപാട് സൗഹൃദങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ പേര് എന്തൊക്കെയോ ഈ പറയുന്ന പോലെ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടൊക്കെ മെസ്സേജുകൾ ചെയ്യുന്നുണ്ട്. പരമാവധി എല്ലാവർക്കും ഞാൻ എൻ്റെ റിപ്ലൈ ചെയ്യാറുമുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി കലാദർപ്പണയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് വളകളെ കുറിച്ചിട്ടാണ്. വളകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്റ്റീവ് ആയിട്ടില്ലേ കുറച്ച് വളകൾ, അതായത് 2009 മുതൽ എൻ്റെ കയ്യിലെ കുറച്ച് വളകളുടെ കളക്ഷൻസാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം. ഇതിങ്ങനെ ഓരോരോ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം എല്ലാം കൂടി ഒരുമിച്ചിട്ട സമയത്ത് കൂടുതൽ അതിൻ്റെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ പോയി കുറേ ഡാമേജ് പറ്റിയതുകൊണ്ട് ഇങ്ങനെ ഓരോരോ ബോക്സിലാക്കിയിട്ട് വെച്ചു. അതുകൊണ്ട് അത് ഇതുപോലെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്തിരുന്നു. അതായത് ഓപ്പോസിറ്റ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം വീഡിയോസ് കുറച്ച് ക്ലാരിറ്റി കുറവായിട്ട് ഫീൽ ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു. നിങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഇതൊരു വെള്ളം. ഇത് വാങ്ങിയ സ്ഥലം പറയുകയാണെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് വാങ്ങിയതാണ്, ചാർമിനാറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ നേർത്ത വളകൾ കൂടി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെയല്ല, ഇതിൻ്റെ ഇടയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വളകൾ കൂടിയുണ്ട്. ഇതൊരു വളം. പിന്നെയുള്ളത് ഇങ്ങനൊരു വളം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്തിടാൻ പറ്റുന്ന വളയാണ്. ജസ്റ്റ് ഇങ്ങനെ വരും. ഇത് വാങ്ങിയത് നമ്മൾ എറണാകുളത്ത് നിന്നാണ് വാങ്ങിയത്. ഇത് ഒരു 2009 എനിക്കൊരു എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഗിഫ്റ്റ് ചെയ്തതാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. കുട്ടിയൊക്കെ വലുതായിട്ടുണ്ടാവാം. അപ്പം ആ മോള് തന്ന സമയത്ത് ഓർമ്മ കേട്ടോ, ശരിക്കും ഓർമ്മയില്ല, 2009 കാരണം ആ സമയത്ത് എനിക്കിത് ശരിക്കും നല്ല ലൂസായിരുന്നു. ഇതുപോലത്തെ 2 ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ എന്താ പറയണ്ടേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ 2 ഉണ്ടായിരുന്നു. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ളതാണ്. അപ്പം ആ സമയത്ത് എനിക്ക് ഇതൊക്കെ ഇടാൻ വലിയ മടിയായിരുന്നു, കാരണം ഇത് വലിയ സൈസാണല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പം ഓരോരോ മോഡൽ വന്ന സമയത്ത് ഇത് വളരെ ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം ആ സമയത്ത് ഇത് ലൂസുമായിരുന്നു, കാരണം ആ സമയത്ത് ഇത്ര തടി ഉണ്ടായില്ല 2009 അപ്പം ഇപ്പോഴിതിപ്പോൾ കറക്റ്റായി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഇത് ടൈറ്റ് ആവാൻ തുടങ്ങി. ആദ്യം ഇത് ലൂസായിട്ടും പോയി, ഇപ്പം ഇത് ടൈറ്റായിട്ട് പോയി. എന്നാലും അത്യാവശ്യം ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനങ്ങ് വലിച്ചിടും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, വേണ്ടല്ലോ, ഇങ്ങനെ കണ്ടാൽ മതിയല്ലോ അല്ലേ. അത് ഇട്ടിട്ട് വലിയ അപകടം ഉണ്ടാക്കണ്ടല്ലോ. പിന്നെ ഇതാ ഇതുപോലത്തെ ഇത് ഞാൻ ചില വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ നോക്കിയാൽ നമുക്ക് തോന്നും കുറച്ച് വളകളാണെന്ന്. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അതാ ഇങ്ങനെയാണ് സംഭവം. എൻ്റെ അമ്മയൊക്കെ പറയും, വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്ന പട്ടാണിച്ചീനേക്കാളും കഷ്ടമാണെന്ന് പറയും. അവരപമാനിക്കുന്നതല്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്ന വാക്കിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതാ വേറൊരു വള. ഇത് മാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ. വൃത്തിമാനത്തിൽ നടക്കാത്തതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഇതാണ് വേറൊരു വള. നമ്മളിങ്ങനെ മുമ്പൊക്കെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കാണലില്ലേ, അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവും, പൂരപ്പറമ്പുകളിലൊക്കെ ഉണ്ടാവും. അപ്പം സ്പ്രിങ് വള എന്ന് പറയും. നിങ്ങളെന്താ പറയാമെന്ന് എനിക്കറിയില്ല, ഞാനിതിന് സ്പ്രിങ് വള എന്നാ പറയാം. അപ്പം ഇതുപോലെ തന്നെ എന്താ ഇങ്ങനെ ചുറ്റി ഇടാൻ പറ്റുന്നതാണ് സാധനം. അപ്പം ഇതൊക്കെ ഉണ്ടായിരുന്നാലും ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കുക എന്നുള്ളതാണ്. ഇത് എൻ്റെ ഒരു സീനിയർ സ്റ്റുഡൻറ്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത വളയാണ്. ഇത് ഞാൻ ബെസ്റ്റ്. ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കാതെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് സംഭവിക്കുന്നതാണിത്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും എടുക്കുമ്പോഴേക്കും എല്ലാം പൊഴിഞ്ഞു വരിക. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളയിലും വേറെ ബോക്സിൽ വേറെ ആക്കി വെക്കുന്നതാണ് നല്ലത്.
അപ്പം കൂട്ടിയിട്ട് ഇത് ഞാൻ കൂട്ടിയിട്ടതിൽ ഇട്ടുകൊണ്ട് പറ്റിയത് ഇനി ഗമ്മലൊട്ടിച്ച് ശരിയാക്കണം. ഇതിട്ടിട്ടുണ്ട്, പക്ഷേ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല, ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത്ര ഇഷ്ടത്തോടെ കൊണ്ട് തന്നതുകൊണ്ട് അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ ശരിക്കും പറഞ്ഞതിൻ്റെ ബാക്കി പാട്ടൊന്നും കാണുന്നില്ല കേട്ടോ. ഇതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് 1-2 സാധനം. ഇതൊക്കെ എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇതാ വീണ്ടും ഇതുണ്ടോ, ഇതിൻ്റെ ഒന്നും പ്രൈസ് ടാഗ് പോലും ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ അതങ്ങനെ തന്നെയുണ്ട്. ഇതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ 108 രൂപയുള്ളൂ കേട്ടോ. 108 രൂപ ഈ സാധനത്തിന്. ഇതും സെയിമാണ്. ഇതാ സ്പ്രിങ് വള, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പം ഇങ്ങനെ കാണുമ്പം എന്തൊക്കെയോ വാങ്ങും. ഇത് ഞാൻ വാങ്ങുമ്പം എപ്പോഴും എൻ്റെ കൂടെ അമ്മയോ ഹസ്ബൻഡോ ആരെങ്കിലും ഉണ്ടാവും എന്തായാലും ഷോപ്പിൽ പോകുമ്പോഴും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയും ഇതെല്ലാം നീ ഇടുവോ, എന്തിനാ ഇങ്ങനെ വാങ്ങി വെക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ട് ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസിനോട്. അപ്പം എന്തെങ്കിലും കണ്ടാകാം. എന്താണെന്നറിയോ, എനിക്കിങ്ങനെ ഇട്ട് കാണുമ്പോൾ എനിക്കിതൊന്നും ചേരാത്ത പോലെ തോന്നും. അതാണ് മെയിനായിട്ട്. അപ്പം വീണ്ടും പഴയ ഇതിലേക്ക് തന്നെ പോവും. എപ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങൾ എപ്പോഴും ഇട്ടിട്ട് നമുക്ക് കംഫർട്ടായി തോന്നുന്നതിലേക്ക് പോവും. നാവല്ലേ ചില സമയത്ത് ഇങ്ങനെ ചില പിഴവുകളൊക്കെ വരാം. പക്ഷെ ഇത് കുടുങ്ങി ഗൈസ്. ഞാനപ്പോൾ അതുകൊണ്ട് ഒന്ന് സമയം എടുത്തതൊന്ന് ഊരട്ടെ. ഓക്കെ, ഇത് ശരിക്കും തുരുമ്പ് പിടിക്കാൻ തുടങ്ങി. വാങ്ങിയിട്ട് കുറേ ആയി. കണ്ടോ, ഇതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെയായി. പിന്നെ ഇതൊക്കെ വുഡൻ ബാംഗിൾസിൻ്റെ കളക്ഷനാണ്. ഒരുപാട് വേറെ ഉണ്ട് കേട്ടോ. ഇതിപ്പം ഇതൊന്ന് കിട്ടിയതുകൊണ്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു സെറ്റാണ്. ഇതൊരു സെറ്റ് വളയാണ്. ഇതതുപോലെ അതിൻ്റെ 2 എണ്ണം. ഇതിൻ്റെ ബാക്കിയൊക്കെ വേറെ ഉണ്ട്, കാണിച്ചു തരാം. പിന്നെ ഇതും അതുപോലെ തന്നെ വാങ്ങിയതേ ഉള്ളൂ, ഉപയോഗിച്ചിട്ടില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്, അങ്ങനെ വാങ്ങിയതാണ്, അത് ഉപയോഗിച്ചിട്ടില്ല. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഓൺലൈനിൽ വാങ്ങിയതാണെന്ന് എൻ്റെ ഓർമ്മ കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ ചിലത് ഞാനിപ്പോൾ സാരി ഇട്ട സമയത്ത് ചിലരൊക്കെ പേഴ്സണലി മെസ്സേജ് ചെയ്തു. അതായത് മെസ്സഞ്ചറിൽ നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്ത് ചോദിച്ചു. എൻ്റെ നമ്പർ ഇല്ലവർ നേരിട്ട് ചോദിച്ചു. അപ്പോൾ ചിലതിൻ്റെ ഒക്കെ സ്ഥലം പറയാൻ വിട്ടുപോയിട്ടുണ്ട് വാങ്ങിയത്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരില്ലല്ലോ. ഇതാ വേറൊരു വള. ഇതും ഞാൻ എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതൊരു ഫുൾ സെറ്റാണ്. പക്ഷേ ഇതിൻ്റെ കൂടെയുള്ള ഒന്ന് എൻ്റെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകുന്ന പൗച്ചിലാണ് ഉള്ളത്, ബാഗിൽ ഉള്ളത്. അപ്പം ഇതിൻ്റെ ഒന്ന് ഇതിലുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പീസ് കാണിച്ചു തരാം. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്, ചാർമിനാറിന്ന് വാങ്ങിയതാണ്. ഇത് ഫുൾ സെറ്റാണ്. നല്ല ഭംഗിയില്ല വളയാ, കാണുന്നുണ്ടല്ലോ. പിന്നെ ഇത് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ, എനിക്ക് തോന്നുന്നു ഇവിടെ കാഞ്ഞങ്ങാട് നിന്ന് എവിടുന്ന് വാങ്ങിയതാണ് ഞാനിത്. ഇത് ഇങ്ങനെ സിംഗിൾ പീസ് പെട്ടെന്ന് നമുക്ക് കാണും, ബ്രേസ്ലെറ്റ് വാച്ച് പോലെയൊക്കെ തോന്നും. ഇതൊക്കെ കുറേ പഴക്കമുണ്ട് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ വാങ്ങിയതൊന്നുമല്ല. എനിക്ക് ഇത് കുറേ പഴക്കമൊന്നുമില്ല. ഇതൊരു 2020 2019 വാങ്ങിയത്. ഇതൊക്കെ റെയർ പീസസ് ആട്ടോ. ഇത് എവിടുന്ന വാങ്ങിയത് എനിക്ക് ഓർമ്മയില്ല, പറയാൻ ഓർമ്മയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാൻ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞാൻ സാരി പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് ഒരു സാധനം വാങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെ പോയി വാങ്ങുന്നതല്ല. ചിലപ്പോൾ ഒരു പൊട്ട് വാങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങാനോ എന്തെങ്കിലും ഇങ്ങനെ പോകുന്ന സമയത്ത് ചുമ്മാ കയറും. ചില സമയത്ത് നമ്മൾ പറയില്ലേ, ഈ എന്താ പറയണ്ടേ, കുറച്ച് സമയമുണ്ട്, ട്രെയിനൊക്കെ ലേറ്റ് അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ കയറി പോകില്ലേ, ഫാൻസി കാര്യം. അങ്ങനെയൊക്കെ വാങ്ങിയ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു സെറ്റ് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കി വേറെ ബാഗിലുള്ളത്. അത് ഇങ്ങനെ എടുക്കുമ്പോഴേ ഓർമ്മ വന്നത്, ഇത് മിസ്സായിപ്പോയി. ഇത് 2 സൈഡിൽ ഇങ്ങനെ വരും.
സെറ്റായിട്ടുള്ളത് ആദ്യം കാണിച്ചത്, അതല്ലേ നല്ലത്. ഇതൊക്കെ ഞാൻ ചാർമിനാർന്ന് വാങ്ങിയതാണ് കേട്ടോ, ഉപയോഗിച്ചിട്ടില്ല, വാങ്ങിയത് മാത്രമേ ഉള്ളൂ. എല്ലാം ഇങ്ങനെയാണുള്ളത്. ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ട് അവിടെ തന്നെ ഉണ്ടതുപോലെ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചെറിയ പൈസക്ക് വാങ്ങിയതാന്ന് തോന്നുന്നു, വളരെ ചെറിയ പൈസക്ക്, 50 രൂപയോ 100 രൂപയോ അങ്ങനെയാണ് സെറ്റിന് വരുന്നുണ്ടായത്. അങ്ങനെ വാങ്ങിച്ചത്. പക്ഷെ നമ്മളപ്പോൾ കുറേ വാങ്ങണമെന്ന് വിചാരിക്കും, പിന്നെ തോന്നും എന്തിനാ ഇങ്ങനെ വാങ്ങി വെക്കുന്നതെന്ന് തോന്നും, അപ്പോൾ പിന്നെ വാങ്ങില്ല. ഇതൊക്കെ ഇങ്ങനെ സ്റ്റീലിൻ്റെ മാത്രമായിട്ടുള്ള വള, ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല, വാങ്ങി വെച്ചിട്ട് തുരുമ്പ് പിടിക്കാൻ തുടങ്ങി. ഇതും അതുപോലെ തന്നെ ഉണ്ടോ, ഇങ്ങനെ 2 വളകൾ. ഇതിപ്പോൾ എല്ലാവരും ചോദിക്കും വല്ല കടയും തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്ന്. ശരിക്കും അങ്ങനെ തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ട് ഉപയോഗിക്കാതെ വെച്ചതൊന്നുമല്ല ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങും വെക്കും, എനിക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ ഒരു വളേൻ്റെ വീഡിയോ ചെയ്യാൻ എനിക്കിങ്ങനെ ഇപ്പം ഈ പിറകിൽ കാണുന്നുണ്ടോ, ഇതെൻ്റെ കോസ്റ്റ്യൂം, അതായത് ഇങ്ങനത്തെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു ഷെൽഫാണ്. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് ഇന്ന് ഓപ്പൺ ചെയ്തതാണ്. ഓപ്പൺ ചെയ്തപ്പോൾ കുറേ ഇങ്ങനെ വളകൾ അലങ്കോലായി കിടക്കുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നി, അലങ്കോലം എന്നല്ല, ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റാന്ന്. അപ്പോൾ അതൊരു വീഡിയോ കൂടി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി സന്തോഷമായി, ഒരു കണ്ടൻറ്റുമായി എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. ഇതൊക്കെ വളരെ പഴക്കുള്ള വളയാണ്, ഇതൊക്കെ 2010 ഉള്ളതായിരിക്കും. അതൊക്കെ ഇതും എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഞാനിങ്ങനെ വലിയ വളകളും കാര്യങ്ങളൊക്കെ ഇട്ട് കാണുമ്പോൾ അങ്ങനെയുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സമയത്ത് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബാങ്കിൾ, അതായത് നമ്മളിങ്ങനെ എലാസ്റ്റിക് ടൈപ്പ് ഇങ്ങനെ വലിച്ചിടാൻ പറ്റുന്നത്, ഇട്ട് കഴിഞ്ഞത്. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഇതൊന്നും മാത്രമേ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കേണ്ടിയിരുന്നത്. കാര്യം ഇതിപ്പോൾ ഒരു വള എടുക്കുമ്പോൾ അതിൻ്റെ സെറ്റ് വള കാണുന്നില്ല. ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, വേറൊരു പെട്ടിയിലായിരിക്കും. അപ്പം ഓരോന്നും ഓരോ സ്ഥലത്തായുള്ളത്. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. ഇതിപ്പം അതുപോലെ തന്നെയുള്ള വളയാട്ടോ, ഫുൾ സെറ്റ് വളയാണ്. ഇത് ഉപയോഗിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ടില്ല, ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇത്രയും വളകൾ കണ്ടാൽ ഇനിയിപ്പോൾ എൻ്റെ പാരൻസ് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ. കാരണം ടീച്ചറെ ഇതെല്ലാം എന്തിനാ ഇങ്ങനെ എടുത്ത് വെക്കുന്നത്, ഇതൊന്നും ഇതുവരെ ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഫംഗ്ഷൻ നടക്കുമ്പോൾ തന്നെ മാലയും കമ്മലൊക്കെ ഇടാതെ ചാടി കയറാറുണ്ട് ക്ലാസ്സിലേക്ക്. അപ്പോൾ ആ സമയത്ത് പാരൻസ് ഒരു പ്രാവശ്യം പറഞ്ഞു, ടീച്ചർ എന്തെങ്കിലും ഇട്ടിട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അപ്പം ഇട്ടിട്ട് വാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് ഇട്ടിട്ട് കയറിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇതിൻ്റെ ഒരു സെക്ഷൻ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി ഉണ്ട്. അതൊപ്പം തന്നെ കാണിച്ചിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ് 1-2 എണ്ണം. അപ്പം ഇത് ഫുള്ള് ഈ പാറ്റേൺ. ഇനിയിപ്പോൾ ഇതിങ്ങനെ എടുത്താൽ എനിക്കെന്താ മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് കാണിച്ചു തരണം എന്നുണ്ട്. പക്ഷേ ഇതാണ്ടോ, ഇതിനിപ്പോൾ ഞാൻ ഇതെല്ലാം ഇനി ഒതുക്കി വെക്കൽ വലിയൊരു ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇത് നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ഒതുക്കി വെക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ട പോലെ ആദ്യം പോകും. എന്നാലും നിങ്ങളെ കാണിച്ചു തരാം. ഇനി അതിൻ്റെ ബാലൻസ് കുറച്ച് വളകൾ കൂടിയുണ്ട്. ഇത് വേറെ, ഇത് ഇത്തിരി ഒരു കുപ്പി പോലത്തെ സാധനമാണ് ഇതൊക്കെ. അപ്പോൾ ആ പാറ്റേൺ കഴിഞ്ഞു, ആ പാറ്റേൺ വളകൾ കഴിഞ്ഞു. ഇനി ഇത് അലങ്കോലായത് മെല്ലെ എടുത്തു നോക്കാം അല്ലേ. ഇത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇതും ഒരു കളർ കൂടിയുണ്ട്. ഇതാ ഇങ്ങനെ 2 കളേഴ്സ്. ഇത് മൂപ്പരും ആർട്ടിസ്റ്റാണ്, സീരിയൽ ആർട്ടിസ്റ്റാണ്. അപ്പം ആള് പേര് ആതിര എന്നാണ്, ഓർത്ത് പറഞ്ഞതല്ല കേട്ടോ. അവൾ ഹണി എന്നാണ് വിളിക്കാറ്. ഹണി എന്ന് പറഞ്ഞാലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആതിര ലക്ഷ്മണൻ എന്ന് പറഞ്ഞ് എൻ്റെ സ്റ്റുഡൻറ്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അവൾ കണ്ടായപ്പോൾ ചോദിക്കും പിന്നെ എന്തിനാണ് ടീച്ചറിന് തന്നതെന്ന്. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന കൂട്ടത്തിലാന്ന് പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ എടുത്ത് കാണണം. ഇതിങ്ങനെയായി. ഇപ്പം ഞാൻ എടുത്ത വളകളുടെ അവസ്ഥ ഇങ്ങനെയായി. ഇങ്ങനെ ഒതുക്കി വെച്ചിരുന്നതായിരുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം വീണ്ടും ഞാൻ ഒതുക്കി വെക്കേണ്ട അവസ്ഥയിലേക്ക് മാറി. കാണുന്നുണ്ടല്ലോ അല്ലേ, അതിങ്ങനെയായി. അതുകൊണ്ട് അടുത്ത സെക്ഷൻ ഞാനിങ്ങനെ പുറത്തേക്ക് എടുക്കണോ എന്നൊരു സംശയം. വേണോ? കണ്ടോ, അടുത്തത് ഇങ്ങനെയാണ് വരിക. കാണുന്നുണ്ടല്ലോ.
എടുക്കാൻ മടി. ഇതൊക്കെ കുപ്പിവളകളാണ് കേട്ടോ, ഇതൊക്കെ കുപ്പിവളകളാണ്. നല്ല ശബ്ദമില്ലേ? ഇത് കുപ്പിവളകൾ. ഇത് ഈ വള ഞാൻ എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണ്. ഇതും എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണ്. ഈ സെറ്റും എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു സെക്ഷൻ വേറെ ഇത് കാണിച്ച സമയത്ത് അതിൻ്റെ കൂട്ടത്തിലുള്ളത് തന്നെയാണ് അത്. അതിൻ്റെ കളർ ചേഞ്ച് ആണത്. ഇത് നമ്മളെ ടെമ്പിൾ സെറ്റ്, അതായത് ഡാൻസിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് മാത്രം, ബാക്കിയൊക്കെ ഇതെൻ്റെ കളക്ഷൻസ്. എനിക്ക് എടുക്കാൻ മടിച്ചിട്ടാട്ടോ. ഇതിങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ഞാൻ വീണ്ടും ഒതുക്കി വെക്കണ്ടേ. അപ്പം നേരത്തെ എടുത്ത് വെച്ചതെല്ലാം അലങ്കോലായി. ഇപ്പോൾ ഇതാ ഇങ്ങനെയായി അവസ്ഥ, ഇവിടുത്തെ അവസ്ഥ എല്ലാം കൂടി കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയ മടി. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ വളേൻ്റെ കളക്ഷൻസ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പോലെ സോറി ഇതൊരു 2 സാധനങ്ങളും കൂടിയുണ്ട്. ഇതിൻ്റെ റെഡും അങ്ങനത്തെ കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇത് ഞാൻ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ജ്വല്ലറിയിൽ നിന്ന് കിട്ടും ഇങ്ങനത്തെ കുറച്ച് നല്ല ക്വാളിറ്റിയിലതാണ്. അപ്പം ഇത് 2-3 കളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് മാത്രമേ എൻ്റെ ഇതിൽ കാണുന്നുള്ളൂ. ബാക്കി ഈ പറഞ്ഞ പോലെ ഷൂട്ടിന് കൊണ്ടുപോകുന്ന ബാഗിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ആള് ഇവിടെ ടൂർ പോയേ, കാശ്മീർ അങ്ങോട്ട് ഇവിടെ പോയപ്പോഴാണ് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് നാൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഈ പോലെ ഊരി വെച്ച പിന്നെ ഓർമ്മയില്ല, എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ല. അപ്പം ഇപ്പം ഞാൻ എടുക്കുമ്പോൾ കുറേ സാധനങ്ങൾ തിരിച്ച് കിട്ടി. ഇത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടെന്നുള്ള ഓർമ്മയും വന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വള വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.